ആനവണ്ടി എന്നാണല്ലോ നമ്മൾ പറയുന്നത് KSRTC. അതുകൊണ്ട് ആനയുടെ ചിഹ്നംവിളി എന്ന അർത്ഥത്തിലാണ് KSRTC ടംപറ്റ് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറെ സൗകര്യമാണ് ഇവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് അവരുടെ തിരക്കിനിടയിൽ ഈ മറ്റുള്ള ബസ്സുകൾ അനൗൺസ് ചെയ്യുന്നതിന് വളരെയധികം സൗകര്യപ്രദമാണ്. പൊൻകുന്നം വഴി മുണ്ടക്കയത്തിനുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പൈക, കൂരാലി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, പാറത്തോട് വഴി മുണ്ടക്കയം. ജോലി സമയത്തല്ല, എല്ലാവരുടെ സമയം ഉപയോഗപ്പെടുത്തിയാണ് ചെയ്തത്. അപ്പം അത് ക്ലിക്കാവുമല്ലോ വിജയിക്കുമല്ലോ അറിയത്തില്ലായിരുന്നു. അത് വെച്ച് മലയാളത്തിൽ ടൈപ്പ് കൊടുത്താൽ മതി. നമ്മൾ ടൈപ്പ് കൊടുത്താൽ മതി. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മലയാളം ഗൂഗിൾ വോയിസ് ഉപയോഗിച്ച് നമ്മളത് സൗണ്ടാക്കി മാറ്റുകയാണ്. ഇത് വിജയിക്കുന്ന തരത്തിലുകൊണ്ട് നമുക്ക് ആ ഒരു രീതിക്ക് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയം ഉപയോഗിച്ചാണ് അത് ചെയ്തു വന്നത്. യാത്രക്കാർക്ക് നല്ല നല്ല സൗകര്യം കിട്ടണം, ജീവനക്കാർക്ക് നല്ല ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പൊൻകുന്നം വഴി മുണ്ടക്കയത്തിനുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പൈക, കൂരാലി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, പാറത്തോട് വഴി മുണ്ടക്കയം. നമസ്കാരം. KSRTCയിലെ അനൗൺസ്മെൻ്റൊക്കെ ഇനി പഴങ്കഥ. ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന KSRTCയിൽ അനൗൺസ്മെൻറ്റിനായി നൂതന സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പാലാ KSRTC ഡിപ്പോ. കേരളത്തിൽ തന്നെ ആദ്യമായാണ് KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ കൂടിയായ അരുൺ കെമിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അനൗൺസ്മെൻറ്റിനായി ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് എടുത്തിരിക്കുന്നത്. സംഗതി ഏറെ ശ്രദ്ധേയമായും ഹിറ്റായതോടെ പല ഡിപ്പോകളിൽ നിന്നും ആവശ്യക്കാർ ഏറുകയാണ്. നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ കൂടിയായ അരുണിനെ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററേയും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും ജോലിഭാരം കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഓരോ വണ്ടിക്കും ഓരോ റൂട്ടാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി വെരിഫൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാലും ഭൂരിപക്ഷം ആൾക്കാർ അത് പേപ്പർ നോക്കിയിട്ടാണ് വായിച്ചാണ് അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയയോട്ട് വന്നത്. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല, ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു പണി ജോലിഭാരം ഒക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെ അത് ക്ലിക്കായി. എത്ര ബസ്സുകൾ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് എത്ര എണ്ണം ആഡ് ചെയ്യാനത്? നിലവിൽ ഇതിനകത്ത് ഇതൊരു പാസ് ചെയ്യുന്ന 90ഓളം വണ്ടികൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും വണ്ടികൾ പറയുന്നുണ്ട്. ഈ മൊബൈൽ ആപ്പ് വഴിയാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതെ, ആൻഡ്രോയിഡ് ആപ്പാണ്. ആൻഡ്രോയിഡ് ആപ്പായിട്ടാണ്. പിന്നെ ഫോണിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജോലിക്കിടയിലൊക്കെ സമയം കിട്ടിയോ? ജോലി സമയത്തല്ല, എല്ലാവരുടെ സമയം ഉപയോഗപ്പെടുത്തിയാണ് ചെയ്തത്. അപ്പം അത് ക്ലിക്കാവുമല്ലോ വിജയിക്കുമല്ലോ അറിയത്തില്ലായിരുന്നു. അത് പുറത്ത് നമ്മുടെ ഏറ്റവും കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് കൊള്ളാം, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ പേരിലാണ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. ആപ്പ് സ്വന്തമായിട്ട് ആപ്പ് നിർമ്മിച്ചോ? അതെ, സ്വന്തമായിട്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണോ? ഞാൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയർ പഠിച്ചതാണ്. 2003-2006 ബാച്ച് മുട്ടം പോളിടെക്നിക്. ഇപ്പം ബസ് കണ്ടക്ടറാണ്. ഏത് റൂട്ടിലൊക്കെയാണ്? ഞാൻ ഇവിടുന്ന് പുറങ്ങുന്ന മുണ്ടക്കയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തൽക്കാലം ഓഫീസിലാണ്, ഓഫീസ് ചെറിയ ജോലിയാണ്. എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഈ ആപ്പ് നമ്മളതിനകത്ത് നമുക്ക് ബസ്സും റൂട്ട് ആഡ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് മലയാളത്തിൽ ടൈപ്പ് കൊടുത്താൽ മതി. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന മലയാളം ഗൂഗിൾ വോയിസ് ഉപയോഗിച്ച് നമ്മളത് സൗണ്ടാക്കി മാറ്റുകയാണ്. ഇപ്പം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ലേഡീസ് വോയിസിൽ തന്നെയാണ്. അത് റെക്കോർഡ് ചെയ്തല്ല, അത് ഗൂഗിളിന്റെ ഡിഫോൾട്ട് വോയിസ് ആണ്. നമ്മുടെ ഫോണിൽ തന്നെ ഉള്ളൊരു ഗൂഗിളിന്റെ ടെക്നോളജിയാണ്. ഒരു നമ്പർ അടിക്കും വരുമോ? അതായത് നമ്മൾ ഏത് ബസ്സാണോ ബസ്സിന്റെ പേരെ തൊട്ട് കഴിയുമ്പോഴത്തേനും അല്ല സ്ഥലത്തെ തൊട്ട് കഴിയുമ്പോഴത്തേനും ആ പോകുന്ന സ്ഥലങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വോയിസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്. ഡിപ്പോളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ അറിഞ്ഞോ? ഇല്ല, KSRTC ഉദ്യോഗസ്ഥരെല്ലാം ബന്ധപ്പെട്ടിട്ടില്ല. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സന്തോഷമാണ്. ജീവനക്കാരൊക്കെ എന്ത് പറയുന്നു? നല്ല അഭിപ്രായമാണ്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഒരുപാട് എഫേർട്ട് എടുത്തോ ഇതെല്ലാം കറക്റ്റ് സോർട്ട് ചെയ്ത്? അത് വിജയിക്കുന്ന താല്പര്യമുണ്ട് നമുക്ക്. ആ ഒരു രീതിക്ക് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയം ഉപയോഗിച്ചാണ് അത് ചെയ്ത് വന്നത്. ഇപ്പോൾ കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാറുള്ളത്. അപ്പോൾ KSRTCയിലേക്കും അത് കൊണ്ടുവരാൻ പറ്റുന്നതിലുള്ള സന്തോഷമുണ്ട്. യാത്രക്കാർക്ക് എന്താ പറയുന്നത്? യാത്രക്കാർക്ക് കൗതുകമാണ്. ഇപ്പോൾ ഇത് ഇവിടെ KSRTC സ്റ്റാൻഡിൽ നിങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് കൗതുകമാണ്. അവർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നതാണ്.
അപ്പോൾ ഈ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ചിലപ്പം ശബ്ദം ക്ലിയർ അങ്ങനെയൊക്കെ വരാതൊക്കെ അങ്ങനെയൊക്കെയുള്ള പരാതി. ശബ്ദത്തിന്റെ തന്നെയല്ല, ഇത് റൂട്ട് ഒരു ബസ് നമ്മൾ ഇപ്പം ഇവിടുന്ന് കൊന്നക്കാടൊക്കെ സർവീസ് ഉണ്ട്. കൊന്നക്കാട് സർവീസ് എന്ന് പറയുമ്പോഴത്തേനും പോകുന്ന വഴികൾ മുഴുവൻ നമ്മൾ അനൗൺസ് ചെയ്യണം. അന്നേരപ്പോഴത്തേനും പുതിയൊരാളാണെങ്കിൽ ചിലപ്പം വഴി അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ യാത്രക്കാർക്ക് സൗകര്യമാണ് എല്ലാം പോകുന്ന വഴികളല്ല. ഇപ്പം കൊന്നക്കാട് വണ്ടിക്ക് പോകുന്നിട്ട് എല്ലാവരും കൊന്നക്കാടിന് പോകുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും അനൗൺസ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും KSRTC ബസ്സിന്റെ ഈ എൻക്വയറി അനൗൺസ്മെന്റുകൾ ഡിജിറ്റലായി മാറണമെന്നാണ് താങ്കളുടെ ആഗ്രഹം. അതെ, അങ്ങനെയാണ് ആകണം. യാത്രക്കാർക്കും ജീവനക്കാർക്കും നല്ല രീതിയിൽ യാത്രക്കാർക്ക് നല്ല നല്ല സൗകര്യം കിട്ടണം, ജീവനക്കാർക്ക് നല്ല ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനും പറ്റണം. KSRTC ട്രംപറ്റ് എന്നാണ് ആപ്പിന് പേരിട്ടിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ്. അതായത് ആനവണ്ടി എന്നാണല്ലോ നമ്മൾ പറയുന്നത് KSRTCക്ക്. അതുകൊണ്ട് ആനയുടെ ചിഹ്നംവിളി എന്ന അർത്ഥത്തിലാണ് KSRTC ട്രംപറ്റ് എന്നുള്ള പേരിട്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇരിക്കുന്ന ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവരുടെ രീതിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വേറെ ക്യാഷ് ഒന്നും നിങ്ങൾ വാങ്ങുന്നില്ല? ഇതിന് പൈസ ഒന്നും വാങ്ങുന്നത്. ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. മന്ത്രിയൊക്കെ അറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അപ്പം കമ്പ്യൂട്ടർ ജോലി കഴിച്ച് KSRTC വന്നിട്ട് എത്ര കാലമായി? KSRTC വന്നിട്ട് 11 വർഷമായി. 2015 എന്നാണ് PSC എഴുതി വന്നതാണ്. വീട്ടിലായിരിക്കണം? വീട്ടിൽ വൈഫ് രേഷ്മ, മക്കൾ 2 പേര്. അനന്തകൃഷ്ണൻ NSSൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാള് ഗൗതം കൃഷ്ണൻ, അവൻ അങ്കമാടി പോകുന്നു. ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല, ഹൗസ് വൈഫാണ്. ഇപ്പം എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പം 7 ദിവസം ഡ്യൂട്ടി ഉണ്ട്. അല്ലെങ്കിൽ മറ്റാണെങ്കിൽ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് ഓഫ് ഉണ്ട്. നമുക്ക് ഈ വടക്കൻ മലബാറിലേക്കുള്ള ബസ്സുകളടക്കം ധാരാളം ദീർഘദൂര ബസ്സുകൾ കടന്നു പോകുന്ന പാലാ പോലുള്ള ഡിപ്പോകളിൽ ഈ അനൗൺസ്മെൻറ്റ് സിസ്റ്റം വളരെയധികം നമുക്ക് സഹായകരമാണ്. പിന്നീട് ഇത് മറ്റുള്ള ഡിപ്പോകളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫയൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഓഫീസ് ടൈമിൽ 1 മിനിറ്റ് പോലും എടുത്തിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. വീട്ടിലിരുന്ന് വൈകുന്നേരമുള്ള സമയം അഡീഷണൽ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഏറെ സൗകര്യമാണ്. തീർച്ചയായിട്ടും ഏറെ സൗകര്യമാണ്. ഇവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് അവരുടെ തിരക്കിനിടയിൽ ഈ മറ്റുള്ള ബസ്സുകൾ അനൗൺസ് ചെയ്യുന്നതിന് വളരെയധികം സൗകര്യപ്രദമാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്കാണ് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുള്ളത്. KSRTC ട്രംപറ്റ് എന്ന പേരിലാണ് ഈ ഡിജിറ്റൽ അനൗൺസ്മെൻറ്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ഈ ട്രംപറ്റ് എന്ന് പറയുന്നത് ആനയുടെ ചിഹ്നം വിളിയെ സൂചിപ്പിക്കുന്നതാണ്. പാലാ ഡിപ്പോയിലെ ഒരു കണ്ടക്ടർ വികസിപ്പിച്ചെടുത്ത KSRTC ട്രംപറ്റ് എന്ന ഡിജിറ്റൽ അനൗൺസ്മെൻറ്റിംഗ് സിസ്റ്റം അത് കേരളത്തിൻ്റെ എല്ലാ ഡിപ്പോകളിലും ചിഹ്നം വിളി ഉയരട്ടെ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കണ്ടക്ടർ അരുണിന് വലിയ അഭിനന്ദന പ്രവാഹമാണ് വരുന്നത്. മറ്റു ഡിപ്പോകളിൽ നിന്നും എൻക്വയറി വരുന്നുണ്ട്. ഇത് തങ്ങൾക്കും ആവശ്യമാണ്, തങ്ങൾക്കും വേണമെന്ന ആവശ്യവുമായി എൻക്വയറി വരുന്നുണ്ട്. അതേസമയം യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാണ്. അവർ കേൾക്കുമ്പോൾ തന്നെ വലിയ കൗതുകത്തോടെയാണ് അവർ അത് നോക്കുന്നത്. ഒപ്പം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സൗകര്യപ്രദവും കൂടിയാണ്. ഇങ്ങനെ അവരുടെ അനൗൺസ്മെൻറ്റ് സംവിധാനം സാധാരണ നിരവധി റൂട്ടുകളൊക്കെ പറയേണ്ടതാണ്. അങ്ങനെ അത് ഈ മൊബൈലിൽ കൂടി പ്ലേ ചെയ്യുന്നതോടെ അവർക്കും ഏറെ സൗകര്യവുമായി മാറിയിരിക്കുകയാണ്. ഒപ്പം ജീവനക്കാരെല്ലാം സന്തോഷവും പങ്കുവച്ചിട്ടുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാലാ.